വയനാട്ടിൽ ഷോക്കേറ്റ കുരങ്ങനെ രക്ഷകരായി നാട്ടുകാർ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3:30 മാനന്തവാടി മൈസൂർ റോഡിലെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ കുരങ്ങൻ താഴെ വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ ബോധം കെട്ടു പോവുകയും മുഖത്ത് പരിക്കേൽക്കുകയും പാവത്തിന് സംഭവിച്ചു കേട്ടോ. സമീപത്തുണ്ടായിരുന്ന ആളുകൾ ശക്തിയോടെ കുലുക്കിയതോടെ ബോധം വീഴുകയായിരുന്നു. അവശനിലയിലായ കുരങ്ങന് വെള്ളവും പഴവും നൽകി. എന്നാൽ ചികിത്സിക്കാൻ എത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കുരങ്ങനെ പിടികൂടാനായില്ല. ഇപ്പൊ അവിടുന്ന് ഓടൂ, അയാളടുത്തും അതായപ്പോ ഉണ്ടാവുക. കുരങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ രണ്ട് ലൈനിലോട്ട് ടച്ചായിട്ട് മോളിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ മുഖത്ത് മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പം താഴെ ആ വീഴ്ചയിലും കൂടെ ആയപ്പോഴത്തേനും അത് ബോധം കെട്ട് പോയായിരുന്നു. അത് നമ്മളെടുത്ത് തിരുമി പയ്യെ തട്ടി കൊടുത്ത് കൃത്രിമ ശ്വാസം പോലെ കൊടുത്ത് ഇപ്പോൾ ഉഷാറായിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ പോസ്റ്റിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. തത്സമയം മുഹമ്മദ് ഷഹീദ് ചേർന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന ഇത്തരം ആധുനിക സംവിധാനങ്ങളൊക്കെ മൃഗങ്ങൾക്ക് ഒരുപക്ഷെ ഗുലുമാലുകളായി മാറും. അങ്ങനെ ഒരു ഗുലുമാലായിരുന്നു ഈ കുരങ്ങച്ചാർക്കും സംഭവിച്ചതെന്ന് തോന്നുന്നു അല്ലേ? ഈ മുഖത്തേറ്റ പരുക്ക് അത് സാരമുള്ളതായിരുന്നോ? മോത്തി, നല്ല പരിക്ക്, ജീവൻ അപായപ്പെടുന്ന പരിക്ക് അല്ലെങ്കിൽ പോലും ചികിത്സ ആവശ്യമുള്ള ഒരു പരിക്കായിരുന്നു കുരങ്ങനെ ഏറ്റത്. അതുകൊണ്ടാണ് പ്രാഥമികമായി നാട്ടുകാർ തന്നെ, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ നാട്ടുകാർ തന്നെ കുരങ്ങനെ പ്രാഥമികമായി ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ശുശ്രൂഷ നൽകി അതിന് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. പിന്നീടാണ് വനം വകുപ്പും KSEB ഉദ്യോഗസ്ഥരും ഒക്കെ വളരെ ഉണർന്ന് എഴുന്നേറ്റ് KSEB ആ ഏരിയയിലുള്ള ലൈൻ ഓഫാക്കുന്ന സാഹചര്യം ഉണ്ടായി. വനം വകുപ്പ് പ്രത്യേക നിർദ്ദേശം നൽകി. അങ്ങനെ പോസ്റ്റിലേക്ക് കയറി കുരങ്ങനെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ചികിത്സ നൽകാനുള്ള ഒരു ശ്രമമായിരുന്നു അവിടെ നടത്തിയത്. നാട്ടുകാരുടെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടത്തി. പക്ഷേ കുരങ്ങനെ മനുഷ്യരും ആ തരത്തിൽ തന്നെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് ആ ഘട്ടത്തിൽ കുരങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ആ തരത്തിൽ കുരങ്ങൻ ഭയചകിതനായി കുരങ്ങൻ ഓടുകയാണ്. പലപ്പോഴും നമുക്ക് വയനാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാറുള്ളത് മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ കഥകളാണ്. നമ്മൾ പലപ്പോഴും അത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കുരങ്ങ് മനുഷ്യന് ശല്യമായി തീരുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. പക്ഷേ ഒരു മൃഗത്തിനായാലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യർ തന്നെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വഴി ഒരു മൃഗത്തിന് അപകടം ഉണ്ടാകുമ്പോൾ മനുഷ്യരെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ളത് തന്നെയാണ്. അവർക്ക് പലപ്പോഴും അത്തരം സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും അവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു സന്ദേശം കൂടി. അതെ ഷഹീദെ, നമുക്ക് പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. മൃഗങ്ങളൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നത്, നമ്മുടെ കൃഷികളൊക്കെ നശിപ്പിക്കുന്നത്, അത്രയേറെ വേദനയിലിരിക്കുന്ന മനുഷ്യരും. അപ്പോഴും ഒരു സഹജീവി എന്ന പരിഗണന ഈ കുരങ്ങിന് കൊടുക്കാൻ കാണിച്ച ആ മനസ്സ് വലുത് തന്നെയാണ് ഷഹീദെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ളത്, മലയാളി പൊളിയാണ്. കുറച്ചൊക്കെ പേര് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഈ പൊളിയായ മനുഷ്യർക്ക് അപവാദമാകാറുണ്ടെങ്കിലും മലയാളി മൊത്തത്തിൽ പൊളി തന്നെയാണ്.